നമസ്കാരം. ഗ്രാമീയ ഉച്ചവാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രസിദ്ധമായ പെരുങ്ങോട്ടുകര സോമശേഖര ക്ഷേത്ര ഉത്സവത്തിന് തുടക്കമായി. പുലർച്ചെ മുതൽ മഹാഗണപതി ഹോമം, പ്രതിഷ്ഠാദിന വിശേഷാൽ പൂജകൾ, ശിവലിയെഴുന്നള്ളിപ്പ്, കലശപൂജ, കലശാഭിഷേകം എന്നിവ നടന്നു. വടക്കുമുറി, കിഴക്കുമുറി, മൂത്തേടത്തറ, ചാഴൂർ കുറുമ്പിലാവ്, താന്യം, കിഴുപ്പുള്ളിക്കര, ആലപ്പാട്, പുള്ള്, പുറത്തൂർ എന്നീ ദേശങ്ങളിൽ നിന്നുള്ള എഴുന്നള്ളിപ്പുകളാണ് പൂരത്തിൽ പങ്കാളികളാകുന്നത്. വൈകിട്ട് ഗുരുപൂജ, ദീപാരാധന, സമൂഹ പ്രാർത്ഥന എന്നിവയ്ക്ക് ശേഷം കൂട്ടിയെഴുന്നള്ളിപ്പ് നടക്കും. ആലപ്പാട്, പുള്ള്, പുറത്തൂർ ദേശത്തിന്റെ തൃക്കടവൂർ ശിവരാജുവാണ് സോമശേഖരന്റെ തിടമ്പ് വഹിക്കുന്നത്. രാത്രി അത്താഴപൂജ എന്നിവ പ്രധാന പരിപാടികളാണ്. തുടർന്ന് 7 ദേശക്കാരും സംയുക്തമായി നടത്തുന്ന ആകാശ ദീപക്കാഴ്ചയും രാത്രി 10-ന് കാഥികൻ ഇടക്കൊച്ചി സലീം കുമാർ അവതരിപ്പിക്കുന്ന സ്വർഗത്തിൽ നിന്നൊരു വാട്സപ്പ് എന്ന കഥാപ്രസംഗവുമാണ് ഉത്സവ ദിനത്തിലെ പ്രധാന പരിപാടികൾ. ശിവലിക്കുള്ള പഞ്ചാരിമേളത്തിന് പുനാരി ഉണ്ണികൃഷ്ണനും കൂട്ടിയെഴുന്നേൽപ്പുള്ള പാഠ്യമേളത്തിന് പാലക്കാട് പരങ്ങാട്ടിരി മോഹനന്മാരാരുമാണ് പ്രമാണികൾ. പൂജാ ചടങ്ങുകൾക്ക് ക്ഷേത്രം മേൽശാന്തി സുവർണകുമാർ കാർമ്മികത്വം വഹിച്ചു. ഉത്സവത്തിന് ഉപദേശക സമിതി മുഖ്യ ഭാരവാഹികളായ സച്ചിദാനന്ദ സ്വാമികൾ, ശുഭാംഗാനന്ദ സ്വാമികൾ, ദിവ്യാനന്ദഗിരി സ്വാമികൾ, രാമചന്ദ്രൻ കാരാട്ടുപറമ്പിൽ, സുഗതൻ ഞാറ്റുവെട്ടി, കൃഷ്ണദത്ത് വാലത്ത്, ശിവജി കൈപ്പുള്ളി, ഷാജി തത്തപ്പുഴ, പുരുഷോത്തമൻ ചെമ്പകശ്ശേരി, അജയൻ പറവത്ത്, സിദ്ധാർത്ഥൻ മാരാത്ത് എന്നിവരും പ്രാദേശിക കമ്മിറ്റി ഭാരവാഹികളും നേതൃത്വം നൽകി. പെരുങ്ങോട്ടുകര സോമശേഖര ക്ഷേത്ര മഹോത്സവത്തോടനുബന്ധിച്ച് സോമശേഖര സേന സൗഹൃദ കൂട്ടായ്മ ഒരുക്കിയ ലൈറ്റ് ഡിസ്പ്ലേയും ശിങ്കാരിമേളവും ദേശത്തെ ആഘോഷത്തിന് മാറ്റുകൂട്ടി. നികേഷ്, റിനോയ്, സനിൽ നന്ദനൻ, അനിൽകുമാർ എന്നിവർ നേതൃത്വം നൽകി. NDA നാട്ടിക മണ്ഡലം തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് തൃപ്രയാറിൽ ഉദ്ഘാടനം ചെയ്തു. BDGS സംസ്ഥാന കമ്മിറ്റി അംഗവും SNDP യോഗം നാട്ടിക യൂണിയൻ സെക്രട്ടറിയുമായ ഉണ്ണികൃഷ്ണൻ ദഷ്നാഥ് ഭദ്രദീപം കൊളുത്തി ഓഫീസ് ഉദ്ഘാടനം നിർവഹിച്ചു. ഇവിടെ ഇപ്പൊ പ്രശ്നം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സുരേഷ് ഗോപി മത്സരിക്കാൻ പാടില്ല. മറ്റുള്ളവർക്ക് സുരേഷ് ഗോപിക്ക് രാഷ്ട്രീയം പാടില്ല, മുകേഷിന് രാഷ്ട്രീയമാവാം. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചാനല്, കൈരളി ചാനൽ നടത്തുന്നത് ഇവിടുത്തെ മമ്മൂട്ടിയ അതിൻ്റെ ചെയർമാൻ. അയാൾക്ക് കുഴപ്പമില്ല ആ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നു. അതുപോലെ ഗണേഷ് കുമാറിന് രാഷ്ട്രീയമാവും. ഇപ്പൊ കമൽഹാസൻ മത്സരിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് രാഷ്ട്രീയമാവും. പക്ഷെ സുരേഷ് ഗോപിക്ക് രാഷ്ട്രീയം പാടില്ല. കാരണം അത് എന്താണെന്ന് വെച്ചാൽ സുരേഷ് ഗോപി BJP ആവാൻ പാടില്ല. അതാണ് ഇവിടുത്തെ ആളുകളുടെ ഇരട്ടത്താപ്പ്. നമ്മൾ മനസ്സിലാക്കണം. പ്രധാനമന്ത്രിയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന സുരേഷ് ഗോപിയെ തൃശൂരിൽ വിജയിപ്പിച്ചാൽ അദ്ദേഹം കേന്ദ്രമന്ത്രിസഭയിൽ ഉണ്ടാക്കുമെന്നും തൃശൂരിന്റെ സമഗ്ര വികസനത്തിന് സുരേഷ് ഗോപിക്കല്ലാതെ മറ്റു സ്ഥാനാർത്ഥികൾക്ക് കഴിയില്ല എന്നും പലവട്ടം തെളിയിക്കപ്പെട്ടതാണെന്ന് ഉണ്ണികൃഷ്ണൻ ദഷ്നാഥ് പറഞ്ഞു. BJP മണ്ഡലം പ്രസിഡന്റ് EP ഹരീഷ് അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി AK ചന്ദ്രശേഖരൻ ആമുഖ പ്രസംഗം നടത്തി. BJP ജില്ലാ സെക്രട്ടറി പൂർണിമ സുരേഷ്, SC മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ബാബു, സേവൻ പള്ളത്ത്, ലാൽ ഊണുങ്ങൽ, രശ്മി ഷിജു, ഗോകുൽ കരിപ്പള്ളി, ജോഷി ബ്ലാങ്ങാട്ട്, ബേബി PK, ദയാനന്ദൻ ഏറാട്ട്, BDGS മണ്ഡലം പ്രസിഡന്റ് അക്ഷയ് തുടങ്ങിയവർ നേതൃത്വം നൽകി. പള്ളിപ്പുറം GFLP സ്കൂൾ വാർഷികാഘോഷം, അധ്യാപക രക്ഷാകർതൃ ദിനവും എൻഡോമെന്റ് വിതരണം എന്നിവ നടന്നു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് വാർഷികം ഉദ്ഘാടനം ചെയ്തു. അവരുടെ എല്ലാവരുടെയും പ്രവർത്തനത്തിന്റെ അധ്യാപകർ, അവരുടെ എല്ലാവരുടെയും പ്രവർത്തനത്തിന്റെ മികവാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ സംസ്ഥാനം ഇന്ത്യ രാജ്യത്തെ ഏറ്റവും നല്ല സംസ്ഥാനം, വിദ്യാഭ്യാസ രീതിയിൽ 1ാം സ്ഥാനം നേടുന്ന സംസ്ഥാനമായിട്ട് മാറിയത്. സമേതം പദ്ധതി എന്ന് പറയുന്ന ഒരു പദ്ധതി തൃശൂർ ജില്ലയിൽ മാത്രം ഇവിടുത്തെ അധ്യാപകർ, വിദ്യാഭ്യാസ വകുപ്പും കൂടി തീരുമാനിച്ച് ജില്ലാ പഞ്ചായത്തിന്റെ സഹായത്തോടു കൂടി ചെയ്യുന്ന ഒരു പദ്ധതിയാണ് സമേതം പദ്ധതി. കുട്ടികളുടെ സർഗവാസം ഉയർത്തുകയും പാഠ്യേതര പദ്ധതികൾക്ക് അപ്പുറം
കുട്ടികളെ മുന്നിലേക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടും വെച്ച് ആ ലക്ഷ്യം പൂർത്തീകരിച്ചുകൊണ്ട് ഇന്ന് ഇന്ത്യ രാജ്യത്തെ മറ്റു സംസ്ഥാനങ്ങളിലും അതാത് ജില്ലകളിലും ഈ സമേതം പദ്ധതി കടമെടുത്തുകൊണ്ട് പദ്ധതികൾ ഒരുക്കുകയാണ്. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് അധ്യക്ഷത വഹിച്ചു. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിത് VR എൻഡോമെന്റ് വിതരണം നടത്തി. തളിക്കുളം ബ്ലോക്ക് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മല്ലിക ദേവൻ കലാപ്രതിഭകളെ ആദരിച്ചു. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജ്യോതി രവീന്ദ്രൻ കായിക പ്രതിഭകളെ ആദരിച്ചു. വിവിധ മേളകളിലെ വിജയികൾക്കുള്ള സമ്മാന വിതരണം നടന്നു. എഴുത്തുകാരൻ ബാപ്പു വലപ്പാട് വാർഷികാഘോഷ സന്ദേശം നൽകി. ഷൈൻ നെടിയിരിപ്പിൽ രശ്മി ഷിജോ, KA വിജയൻ, സിജി സുരേഷ്, EP അജയ് ഘോഷ്, അനിത കാർത്തികേയൻ, അനിത ത്രിദീപ് കുമാർ, മണി ഉണ്ണികൃഷ്ണൻ, വൈശാഖ് വേണുഗോപാൽ, ഫാത്തിമ സലീം, സ്കൂൾ ഹെഡ്മിസ്ട്രസ് KA സൽമ, PTA പ്രസിഡന്റ് KB മണികണ്ഠൻ, MPTA പ്രസിഡന്റ് വിനീത രൺദീപ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും ഉണ്ടായിരുന്നു. കരയാവട്ടം UP സ്കൂളിന്റെ 99ാമത് വാർഷികം വ്യാഴാഴ്ച ആഘോഷിച്ചു. ഉച്ചതിരിഞ്ഞ് പെരിങ്ങോട്ടുകര കാനാടിക്കാവ് മഠാധിപതി ഡോക്ടർ KK വിഷ്ണുഭാരതീയ സ്വാമികൾ ഉദ്ഘാടനം ചെയ്തു. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VR ജിത് അധ്യക്ഷത വഹിച്ചു. ചാലക്കുടി സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ P രവീന്ദ്രൻ വിശിഷ്ടാതിഥിയായിരുന്നു. സ്കൂൾ മാനേജർ ദിലീപ് തയ്യിൽ സമ്മാന വിതരണം നടത്തി. പ്രധാനാധ്യാപിക M സിന്ധു ആമുഖ പ്രസംഗം നടത്തി. സീനിയർ അസിസ്റ്റന്റ് നോഫ് പാറയ്ക്കൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു. സ്കൂൾ രക്ഷാധികാരികളായ ഗിരി തയ്യിൽ, ശശി തയ്യിൽ, വാർഡംഗം അനിത ത്രിദീപ് കുമാർ, മുൻ പ്രധാനാധ്യാപിക M ഭവാനി, കരയാമുട്ടം കോപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റ് KH കബീർ, മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR സുധർമ്മൻ, രാമചന്ദ്രൻ മാസ്റ്റർ, PTA പ്രസിഡന്റ് OM മനാഫ്, MPTA പ്രസിഡന്റ് ഖദീജ B അബ്ബാസ്, സ്റ്റാഫ് പ്രതിനിധി PS പ്രത്യക്ഷ്, സ്കൂൾ ലീഡർ ചിന്മയി P ഹരിഹരൻ, സ്റ്റാഫ് സെക്രട്ടറി നിധ VH എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു. ഇന്ത്യയുടെ കരയാമുട്ടം UP സ്കൂളിൻ്റെ 99ാം വാർഷിക ദിനാഘോഷം നടക്കുകയാണ്. 99 വർഷം പിന്നിടുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുന്നിൽ പ്രവർത്തിച്ചിരുന്ന ആദ്യകാല പ്രവർത്തകന്മാരായ അധ്യാപകരെ നമുക്ക് ഈ സദസ്സിൽ സ്മരിക്കാം. അന്നത്തെ കാലത്ത് ആ കാലഘട്ടം നിന്ന് ആലോചിച്ച് നോക്കുമ്പോൾ വളരെ ദാരിദ്ര്യവും വിഷമവുമുള്ള കാലഘട്ടത്തിലാണ് ഈ സ്കൂള് ആരംഭിച്ചത്. ഇതോടുകൂടി ഗ്രാമ്യയുടെ ഉച്ചവാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.